നമസ്കാരം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്നത് കർക്കിടക മഹിമ എന്ന ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഒരുപാട് തെറ്റിദ്ധാരണകൾ പല ആളുകൾക്കും ഇതിനോട് ചേർന്നിട്ട് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളായിട്ട് ഈ ഒരു കർക്കിടക മാസത്തെ കർക്കിടകം ദുർഘടം എന്ന ഒരു വിശേഷണത്തോടു കൂടിയായിരുന്നു എല്ലാവരും സ്വീകരിച്ചിരുന്നത്. പക്ഷേ അത് കാലങ്ങൾ മാറിയ സമയത്ത് അത് ശരിക്ക് കർക്കിടക മാസം എന്നതിൽ നിന്ന് മാറിയിട്ട് രാമായണ മാസം എന്ന് ആളുകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതാനും ദശാബ്ദങ്ങളായിട്ട് ഇപ്പോൾ ആ രീതിയിലാണ്. ഏകദേശം 1982 മുതലാണ് ഈ കർക്കിടകം എന്നുള്ളതിനെ രാമായണ മാസം എന്ന രീതിയിലേക്ക് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞത്. ഇത് പ്രധാന കാരണങ്ങൾ തന്നെ വരുന്നത് എന്തുകൊണ്ട് ഈ കർക്കിടക മാസത്തിന് പ്രത്യേകത വന്നു എന്നുള്ളത് നോക്കുന്ന സമയത്ത് ഈ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ 2 അയനങ്ങൾ വന്നു ചേരുന്നുണ്ട്. ഒന്ന് ഉത്തരായനം, ഒന്ന് ദക്ഷിണായനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ മകരമാസം മുതൽ മിഥുനം അവസാനം വരെയുള്ള ആ സമയത്ത് സൂര്യൻ്റെ സഞ്ചാരപഥം വടക്ക് ഭാഗത്തേക്കാണ് നീങ്ങുന്നത്. അതാണ് ഉത്തരായണ കാലം എന്ന് പറയുന്നത്. അതേസമയത്ത് കർക്കിടകം മുതൽ ധനു വരെയുള്ള ആ സഞ്ചാരപഥം ദക്ഷിണായന കാലമാണ്. ഈ ദക്ഷിണായന കാലത്തിൽ ഒരുപാട് പ്രത്യേകതകൾ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ രാമായണം പ്രത്യേകമായിട്ട് എടുക്കാനും അതുപോലെ തന്നെ ആ മാസങ്ങളിൽ കർക്കിടക മാസത്തിൽ ചില അനുഷ്ഠാനങ്ങൾ ആചരണങ്ങളൊക്കെ നിജപ്പെടുത്തിയിട്ടുള്ളത്. ദക്ഷിണായന കാലം വരുന്ന സമയത്ത് മുമ്പത്തെ കാലഘട്ടങ്ങളിലാണെങ്കിൽ ഈ കാലവർഷം വന്നു കഴിഞ്ഞാൽ അതിശക്തമായ പേമാരിയായിരിക്കും. അന്ന് വാസ്തവത്തിൽ ഈ ആളുകൾക്ക് പുറത്തിറങ്ങാനോ അങ്ങനെയെല്ലാം കഴിയാത്തൊരവസ്ഥ, ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്നൊരവസ്ഥ. അതുകൊണ്ടാണ് അന്ന് ദുർഘടം എന്നുള്ള ഒരു നാമം സ്വീകരിച്ചത്. പക്ഷേ അതങ്ങനെ കാലങ്ങളൊക്കെ മാറിയ സമയത്ത് എന്നാലും കുറേ സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കാലവർഷത്തിൽ ശക്തമാകുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ സൂര്യൻ്റെ കിരണങ്ങൾ ഭൂമിയിലേക്ക് വേണ്ടത്ര പതിക്കുന്നില്ല. ആ പതിക്കാത്ത കാരണം ഇവിടെ ഈ അന്തരീക്ഷം വിഷലിപ്തമാവും എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ച ഒരു സംഗതിയാണ്. ഇതിന് പല ഉദാഹരണങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പൂർവ്വകാലത്ത് ഉപയോഗിക്കുന്നതും പല ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ അത് നമുക്കിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ സമയത്ത് ദാരിദ്ര്യം, അതുപോലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷമാണ്. ഈ അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ ഇവൻ്റെ മാനസികമായും ശാരീരികമായുമുള്ള ഒരു ഉത്തേജനത്തിന് വേണ്ടിയാണ് ഇവിടെ ചില സവിശേഷങ്ങളായിട്ടുള്ള ഭക്ഷണ രീതികളും മറ്റ് ക്രമങ്ങളുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്ന ഈ രാമായണ മാസം അംഗീകരിക്കാൻ കാരണം മാനസികമായിട്ട് ഈ വിഷലിപ്തമായ അന്തരീക്ഷത്തിൽ നിന്നും അഥവാ കുറച്ച് അതിനോടനുബന്ധിച്ച് വരുന്ന ചില മാനസിക പ്രശ്നങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് ഒക്കെ ഒരു വിമുക്തി നേടാൻ വേണ്ടിയിട്ട് മാനസികമായ ഒരു ഉല്ലാസം ആ ഒരു വ്യക്തിയിലേക്ക് വരുന്നതിന് വേണ്ടി നമ്മൾ അതിൽ ഈ പുരാണ പാരായണങ്ങൾ, സ്തുതികൾ, കീർത്തനങ്ങളൊക്കെ സ്വീകരിക്കാൻ ഒരു നിർദ്ദേശം വരികയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ കർക്കിടക മാസത്തിൽ രാമായണ പാരായണത്തിന് ഏറെ പ്രത്യേകത വരാൻ കാരണം ഒരു കുടുംബ ജീവിതത്തിൻ്റെ ചരിത്രം മുഴുവൻ രേഖപ്പെടുത്തിയത്. അതുമാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ ഭരണാധിപൻ പോലും എങ്ങനെ വേണം, ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം എങ്ങനെയാണ്, ആ ഒരു കുടുംബം എങ്ങനെയാണ് ജീവിച്ചു പോകേണ്ടത്, അവർ പരസ്പരമുള്ള ഐക്യം, സഹോദര സ്നേഹം, ഭർത്തൃ സ്നേഹം, അതുപോലെ തന്നെ ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തെ പൂർണ്ണമായിട്ടും എടുത്ത് കാണിക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വിശിഷ്ട ഗ്രന്ഥമാണ് അധ്യാത്മ രാമായണം എന്ന് പറയുന്നത്. അപ്പോൾ വാൽമീകി മഹർഷി തന്നെ അതിനെ പുകഴ്ത്തിയിട്ടുള്ളത് യാവസ്ത്യാസ്യന്തി സരിതശ്ച മഹീതലേ യാവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി എന്നാണ്. അതായത് പ്രപഞ്ചമുള്ളിടത്തോളം കാലം രാമായണത്തിൻ്റെ പ്രശസ്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം ഇതാണ്. ഒരു കുടുംബ പശ്ചാത്തലത്തെ പൂർണ്ണമായിട്ടും ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും സംവത്സരങ്ങൾക്ക് മുമ്പ്, അതായത് ത്രേതായുഗത്തിൽ രചിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ വാൽമീകി രാമായണത്തിൽ വരെ പറയുന്നുണ്ട്. അതിൻ്റെ മലയാളം പതിപ്പിൽ
പക്ഷേ പൂർണ്ണമായിട്ടും വാൽമീകി രാമായണത്തിൻ്റെ നേരിട്ടുള്ള തർജ്ജമയല്ല ഇവിടെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഉത്തേജനത്തിന് വേണ്ടി, അവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇതിൽ 10 ഇലകൾ ചേർത്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥം അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഔഷധ സേവ, ഇവൻ്റെ ആരോഗ്യ രംഗത്ത് കൂടുതൽ ഊർജം സ്വീകരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ചില വിഷാംശങ്ങളെ, ഈ അന്തരീക്ഷത്തിലുണ്ടാകുന്ന വിഷലിപ്തമായ അംശങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഉള്ള ചില ആയുർവേദ മരുന്നുകൾ, അതൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന സാധാരണ പച്ച ഇലകളും അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. മഞ്ഞൾ, ചോളം, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്, ജീരകം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടാണ് ഇതിൽ ഔഷധക്കൂട്ടുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പച്ചില തോരൻ എന്ന് പറയുന്നതിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എടുക്കുന്നത്, നമ്മളെല്ലാവരും ഒരു പക്ഷേ ഒരു എന്താ പറയുക, ഒരു തീരെ ഇഷ്ടമല്ലാത്ത ഒരു വസ്തുവായിട്ട്, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തൊരു വസ്തുവായിട്ട് നമ്മൾ വലിച്ചെറിയുന്ന ഈ ചേമ്പ്, ചേന, ഇതിൻ്റെയൊക്കെ താളുകൾ, അതുപോലെ ഈ തകര, ആനത്തുമ്പ എന്ന് പറയും, മത്തൻ്റെ ഇല, ചീര, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അത് ഏറ്റവും നല്ലൊരു ആയുർവേദ മരുന്നായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ സമയത്ത്, ദക്ഷിണായന സമയത്ത്, ഈ കാലവർഷത്തിൻ്റെ അഭാവം കൊണ്ട് അല്ലെങ്കിൽ ഭാവമാറ്റം കൊണ്ട് സൂര്യപ്രകാശം കുറയുന്നു. അത് കാരണം ശരീരത്തിലുണ്ടാകുന്ന സകല ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ആയുർവേദ മരുന്നായിട്ടാണ് ഇത് നമ്മൾ കർക്കിടക മാസത്തിൽ കർക്കിടക ചികിത്സ എന്ന പേരിൽ ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ ചേർന്നുകൊണ്ട് ഉള്ള ഒരു സംവിധാനത്തെയാണ് ഈ രാമായണ മാസത്തിൽ കർക്കിടകത്തെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ കർക്കിടകത്തിലെ വളരെ പ്രധാനപ്പെട്ട, അതായത് അവിടെ യാതൊരു വ്യത്യാസങ്ങളില്ലാതെ സകല ജനങ്ങളും ഒരുപോലെ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കർക്കിടക വാവ് ബലി എന്ന് പറയുന്നത്. ഇന്നത് സകല ക്ഷേത്രങ്ങൾ മുഖാന്തരം അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ അപൂർവമായിരുന്നു, പക്ഷേ പിന്നീടത് വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ട് എല്ലാവരും സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം ഈ ഹൈന്ദവ ആചാരമനുസരിച്ചിട്ട്, അവരുടെ വിശ്വാസമനുസരിച്ചിട്ട് ദേവവർഷം എന്നത് മനുഷ്യവർഷത്തിൻ്റെ, അതായത് ഒരു മനുഷ്യവർഷം 365 ദിവസം കൂടുമ്പോഴാണെങ്കിൽ ഈ 365 ദിവസം കൂടിയ മനുഷ്യൻ്റെ ഒരു വർഷമാണ് ദേവവർഷത്തിൽ ഒരു ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ കർക്കിടക ദക്ഷിണായന സമയത്ത് വരുന്ന ഈ കർക്കിടക അമാവാസി ദിവസമാണ് ഈ പിതൃക്കൾ ഭൂലോകത്ത് ഇറങ്ങി വരുന്നത് എന്നും തൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് സംവദിക്കുന്നത് എന്നും അവരെ കാണാൻ വേണ്ടി വരുന്നു എന്നതാണ് വിശ്വാസം. ആ വിശ്വാസത്തിൽ അവർക്ക് വേണ്ടി പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഈ വാവ് ബലി. കർക്കിടക വാവിന് നടത്തുന്ന ബലികർമ്മം എന്ന് പറയുന്നത് പിതൃകർമ്മം എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പിതൃകർമ്മം ചെയ്യണത് മരിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടല്ല, ജീവിച്ചിരിക്കുന്ന ചെയ്യുന്ന ആൾ അയാൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമാണ്. അതും കൂടി ഈ കൂട്ടത്തിൽ ഒന്ന് എല്ലാവരും ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ്. കാരണം ഈ ഒരു അവസരത്തിലെങ്കിലും അത് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ശരീരത്തിന്, മനസ്സിന്, ആരോഗ്യപരമായ പ്രത്യേക സംരക്ഷണം, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് കൊണ്ടുള്ളതാണ് നമ്മുടെ കർക്കിടക മാസത്തിൻ്റെ ആചരണത്തിൻ്റെ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. മിഥുനം അവസാനിക്കുന്ന ദിവസം, അതിന് തൊട്ട് മുമ്പേ തുടങ്ങും എല്ലാ ഗൃഹങ്ങളും അവർ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ട്. വളരെ എല്ലാ ആളുകളും ചെയ്യണം എന്താ വെച്ചാൽ അവിടെയൊക്കെ ഈ അടിച്ചു വാരി നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി, ജനൽ വാതിൽ വരെ തുടച്ച് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വളരെ പരിശുദ്ധമായ ഒരു അന്തരീക്ഷത്തെ അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഈ മാലിന്യങ്ങൾ തന്നെയാണ്. അത് വീട്ടിനകത്ത് ഉള്ള മാലിന്യങ്ങളെ പോലും ഈ ഒരു ദിവസം സന്ധ്യയ്ക്ക് ഇതിനെല്ലാം കൂടെ എടുത്ത് മാറ്റിയിട്ട്, അതായത് കുറേ ഉപയോഗശൂന്യമായ വസ്തുക്കളൊക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള സാധനം എന്ന് നമ്മൾ പറയുന്നത് കീറിപ്പൊളിഞ്ഞ മുറം, അതുപോലെ ചൂല്, ഇങ്ങനെ തുടങ്ങിയുള്ള കുറേ സാധനങ്ങൾ വരെയുണ്ട്, പഴം തുണികൾ. ഈ എല്ലാ സാധനവും എടുത്തിട്ട് സന്ധ്യയ്ക്ക് വീടിൻ്റെ തെക്ക് ഭാഗത്ത് വെച്ചിട്ട് കത്തിച്ച് കളയുക എന്നൊരു സംവിധാനം കൂടി ഇതിലുണ്ട്.
കാരണം ഈ ഉപയോഗശൂന്യമായ വസ്തുക്കളെ ജഡാവസ്ഥയിലാണ് നമ്മൾ പരിഗണിക്കുക. അപ്പോൾ ജഡത്തെ സംസ്കരിക്കുക എന്നുള്ള സംവിധാനമാണ് അവിടെ നമ്മളെ കാണിച്ചു തരുന്നത്. ഇവിടെ ഇതിന് കലിവെപ്പ് എന്നൊരു പേര് തന്നെ വന്നിട്ടുണ്ട്, കലിവെപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ചില വാഴപ്പോള, ഈർക്കിലി, പ്ലാവില ഇങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് അതിലൊരു വീടിൻ്റെ രൂപമുണ്ടാക്കി ഒരുപാട് സാധനങ്ങൾ, ഇപ്പോൾ കൃഷിക്ക് ആവശ്യമായ രീതിയിലുള്ള നുകമുണ്ടാക്കും, കാളയെ ഉണ്ടാക്കും, ഇങ്ങനെയുള്ള പല സംവിധാനങ്ങളും അതിൽ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ അല്പം നിവേദ്യമായിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണ വസ്തുവും കൂടെ അതിൽ വയ്ക്കാറുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇത്രയും കാലം എനിക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുള്ള ഈ ഈശ്വരനിലേക്ക് ഞാൻ ഇതിൻ്റെ ഒരു പങ്ക് സമർപ്പിക്കുന്നു എന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള ഇത്. അതായത് ചുരുക്കത്തിലെ ഒരു പ്രതീകമാണ് നമ്മുടെ എല്ലാ സംഭവങ്ങളും വന്നു ചേർന്നിട്ടുള്ളത്. ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഓരോ പ്രതീകങ്ങളായിട്ടാണ് ഇതിനെ എല്ലാം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. ഈ ഒരു ഉദ്ദേശം കൂടെ ഇതിനകത്ത് പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഇവിടെ ഈ ജഡാവസ്തുക്കളെ മുഴുവൻ സംസ്കരിച്ച് കഴിയുന്ന സമയത്ത് അവിടെ മൊത്തം എന്തായിട്ടുണ്ട്, ആ വീട്ടിൻ്റെ അന്തരീക്ഷം മുഴുവൻ വളരെ ശുദ്ധീകരിക്കപ്പെടുകയാണ്. എന്നിട്ട് അവിടെ ആ സമയത്ത് പറയുന്നത്, ചേട്ടാ ഭഗവതിയെ ഒഴിവാക്കുകയും ശ്രീ ഭഗവതിയെ ഉള്ളിലേക്ക് കയറ്റുകയും എന്ന രീതിയിൽ ചേട്ട പോ എന്നും ശ്രീബോധി വാ എന്നും പറയുന്ന ഒരു ചടങ്ങുണ്ട് അതിൽ. ഈ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാം എടുത്തുകൊണ്ട് പോകുമ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് പോവുക. അതിന് കാരണം ഈ ചേഷ്ട എന്ന് പറയുന്നത്, ചേട്ട എന്ന് ഉദ്ദേശിക്കുന്നത് ഈ അശുദ്ധി എന്നതിനെ, അശുദ്ധി എന്നത് നെഗറ്റീവ് എനർജികളെയാണ്. അശുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ശുദ്ധി അശുദ്ധി എന്ന് പറയുമ്പോഴോ ശുദ്ധിയെ പോസിറ്റീവ് എനർജി, അതായത് ബലോർജമെന്നും, നെഗറ്റീവ് എനർജി അഥവാ മന്ദോർജം എന്നും ആണ് വാസ്തവത്തിൽ അശുദ്ധി എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അശുദ്ധികളെ മുഴുവൻ വീട്ടിൽ അന്തരീക്ഷത്തിൽ നിന്ന് പരിസരത്തു നിന്നൊക്കെ എടുത്തു മാറ്റിയിട്ട് അവിടെ നമ്മൾ പരിശുദ്ധിയുടെ ഒരു സാക്ഷാത്കാരത്തെ അവിടെ എത്തിക്കുക എന്നതാണ് ഇത്തരം കൃത്യങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യണത്. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം അത് തന്നെയാണ്. ഇതിനെ ഒരിക്കലും വെറും ഒരു ആധ്യാത്മികമായ ഒരു ചെറിയ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു രീതി, ഒരു ചടങ്ങ് എന്നതിലുപരി നമ്മളെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ പ്രതീകമാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യണോ എന്നുള്ളതാണ്. പഴയ കാലത്ത് അവർക്ക് നമ്മളോട് ഇത് ശാസ്ത്രീയമായ രീതിയിൽ പറഞ്ഞു തരാൻ കഴിയാത്തതുകൊണ്ട് അവർ അന്നത്തെ ഭാഷയ്ക്കനുസരിച്ച് തലമുറകളെ പഠിപ്പിച്ചു കൊടുത്തു. ഇന്ന് നമ്മളതിനെ ശാസ്ത്രീയമായും ഭൗതികമായുമുള്ള തെളിവുകളോട് കൂടിയിട്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നു. അതാണ് തൽക്കാലമായിട്ട് നമുക്ക് ഈ കർക്കിടക മഹിമ എന്ന ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഇവിടെ സംസാരിക്കാനുണ്ടായിരുന്നത്. അതിവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്തേ.